രാജ്യത്തെ ടെലികോം ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി മൊബൈൽ സേവന നിരക്കുകൾ വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുള്ളതായി പുതിയ റിപ്പോർട്ടുകൾ. 2026 ജൂലൈ മാസത്തോടെ ടെലികോം കമ്പനികൾ അടുത്ത ഘട്ട താരിഫ് വർധനവ് നടപ്പിലാക്കിയേക്കും. രാജ്യത്തെ ടെലികോം ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മൊബൈൽ സേവന നിരക്കുകൾ വീണ്ടും വർദ്ധിക്കാൻ പോകുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ. 2026 ജൂലൈ മാസത്തോടെ ടെലികോം കമ്പനികൾ അടുത്ത ഘട്ട താരിഫ് വർധന നടപ്പിലാക്കിയേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ശരാശരി 15% വരെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. റിലയൻസ് ജിയോയുടെ വരാനിരിക്കുന്ന IPO, വോഡാഫോൺ ഐഡിയയുടെ ഫണ്ട് ശേഖരണം എന്നിവ കണക്കിലെടുത്താണ് താരിഫ് പരിഷ്കരണം ഈ കാലയളവിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ IPO-ആയി ജിയോയുടേത് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 133 മുതൽ $182 ബില്യൺ വരെ മൂല്യം പ്രതീക്ഷിക്കുന്ന ഈ IPO-യ്ക്ക് ശേഷം ലാഭം വർദ്ധിപ്പിക്കുന്നതായും ജിയോ താരിഫ് നിരക്കുകളിൽ 10 മുതൽ 20% വരെ വർധന വരുത്തിയേക്കാമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. IPO വഴി എത്തുന്ന നിക്ഷേപകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാൻ നിരക്ക് വർധന അനിവാര്യമായി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനം. മറ്റു കമ്പനികളും സമാനമായ രീതിയിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചേക്കും. കടക്കെണിയിലായ വോഡാഫോൺ ഐഡിയയ്ക്ക് നിലനിൽപ്പിനായി 2027-നും 2030-നും ഇടയിൽ നിരക്കുകൾ 45% വരെ വർധനവ് വരുത്തേണ്ടി വരുമെന്നും റിപ്പോർട്ട് പറയുന്നു. 50 കോടിയിലധികം ഉപയോക്താക്കളുള്ള ജിയോ നിരക്ക് വർദ്ധിപ്പിക്കുന്നതോടെ സ്വാഭാവികമായും എയർടെൽ ഉൾപ്പെടെയുള്ള മറ്റ് സേവനദാതാക്കളും ഇതേ പാത പിന്തുടരാനാണ് സാധ്യത. ഇത് സാധാരണക്കാരായ മൊബൈൽ ഉപയോക്താക്കളുടെ മാസ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.